ആണെന്നുള്ളൂ. ഇല്ലേ? സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഇന്ന് ഏതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പോയി കഴിഞ്ഞാലും മിക്ക ആൾക്കാരുടെ പൈസ പോകുന്ന പരിപാടികൾ മാത്രമേ കാണാത്തുള്ളൂ. മണി ചെയിൻ പോലത്തെ മണി സർക്കുലേഷനോ അല്ലെങ്കിൽ ആവശ്യമില്ലാതെ കുറേ സാധനങ്ങൾ ബൾക്കായി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന കമ്പനികൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഇതിൽ വന്നിരിക്കുന്ന ആൾക്കാർ പല ഓൺലൈൻ സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തതിനു ശേഷം കുറേ 30,000-ത്തിനൊക്കെ സാധനങ്ങൾ വാങ്ങിപ്പിച്ചിരിക്കുന്ന കമ്പനികൾ കണ്ടിട്ടും 5-6 മീറ്റിംഗ് കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങളെ കൊണ്ട് ബൾക്കായി സാധനം പർച്ചേസ് ചെയ്യിപ്പിക്കാം. അതുപോലെയൊക്കെ കണ്ട് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ കൂടുതൽ ആൾക്കാരും അതായിരിക്കുമോ എന്ന് പേടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങളിവിടെ ഒന്ന് ശ്രദ്ധയോടെ കേൾക്കാനുള്ള മനസ്സ് കൊടുക്കണം, ഒരു അരമണിക്കൂറെങ്കിലും. അതിനുശേഷം ഞങ്ങൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കുക. എന്തെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ചോദിക്കാൻ ലാസ്റ്റിൽ അവസരം തരുന്നുണ്ടോ? ഞാൻ ഇത് ആദ്യം അത് പറയാൻ കാരണം നിങ്ങൾ ക്ഷമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. ഒന്ന് എന്നെ പരിചയപ്പെടുത്താൻ ഒന്നും കൂടെ ലാസ്റ്റ് വന്ന ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടി പരിചയപ്പെടുത്തണം. എൻ്റെ പേര് ഷാജി മിത്തൽ ഫ്രം കണ്ണൂരാണ് സ്വദേശം. ഞാൻ ഇപ്പം ദുബൈയിലാണ്. ഏകദേശം 21 വർഷമായി ദുബൈയിൽ. ഫാമിലിയോടൊപ്പം ദുബൈ തന്നെയാണ്. ഒരു നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ആ സമയത്താണ്, കൊറോണ സമയത്ത് എനിക്ക് ഈ ഒരു അവസരം കയ്യിൽ വന്നത്. ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു അവസരം. പ്രവാസി ആയതുകൊണ്ട് തന്നെ ഇത്രയും വർഷം ഗൾഫിലുണ്ടായിട്ടും വലിയ മാറ്റങ്ങളൊന്നും ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഉള്ള ശമ്പളം കൊണ്ട് ഫാമിലിയോടൊപ്പം നിന്ന സമയത്ത് ഒന്നും മിച്ചം വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കൊറോണ വന്ന സമയത്ത് ശമ്പളം പകുതിയായപ്പോൾ വീണ്ടും സ്ട്രഗിളിലേക്ക് പോകാൻ തുടങ്ങി. ആ സമയത്താണ് എന്തെങ്കിലും ഒരു അഡീഷണൽ ഇൻകം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ച് ഇതിലേക്ക് വന്നതെങ്കിൽ 1.5 വർഷം ജോലിയുടെ കൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്തു. അപ്പോഴെനിക്ക് മനസ്സിലായത് ഇത്രയും വർഷം ദുബായിൽ ജോലി ചെയ്തിട്ടും ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവത്തില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെയാണ് ഈ ബിസിനസിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞപ്പോൾ ജോബ് ഉപേക്ഷിച്ച് റിസൈൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ 3 വർഷത്തിൽ മെയിനായി ഞാൻ ഈ ഒരു ബിസിനസ് ഫുൾ ടൈം ആയിട്ട് ദുബായിൽ തന്നെ ഇരുന്നു കൊണ്ട് ഏകദേശം 13 രാജ്യങ്ങളിൽ എത്തിക്കാൻ സാധിച്ചിട്ട് ഈ ബിസിനസ്. ഈ ഈ 4.5 വർഷം കൊണ്ട് ഇന്ന് വരെ ഒരു രൂപ പോലും ഞാൻ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടില്ല. മഴ കൊള്ളേണ്ടി വന്നിട്ടില്ല, വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല, വീട്ടിൽ നിന്ന് പുറത്ത് പോവേണ്ടി വന്നിട്ടില്ല, ആരെയും ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല. എന്നൊരു റിട്ടയർമെന്റ് ലൈഫിലാണ്. അടുത്ത വർഷം നാട്ടിലേക്ക് സെറ്റിൽ ആവുകയാണ്. ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ഒരു ജോലിയുടെ കൂടെ ഒരു വരുമാനം അല്ലെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഒരു വരുമാനം, ഒരു വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങളുടെ വീട്ടു ജോലിയോടൊപ്പം ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല ലൈഫ് ചേഞ്ചിങ് ഓപ്പർച്യൂണിറ്റി ആണിത്. അത് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ സഹായത്തോടു കൂടിയാണ് നമ്മളത് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഒരു നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമായ വിന്നിംഗ് ടീം ഒരുപാട് കുടുംബങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷൻ. വിന്നിംഗ് ടീമിന്റെ CEO കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ ഏവരും വന്നിരിക്കുന്നത്. ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമറാക്കി മാറ്റാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയോ വർഷങ്ങളായി നിങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതല്ലേ. നമ്മളെല്ലാവരും കസ്റ്റമർ, 50 പേരും കസ്റ്റമർ തന്നെയാണ്. TV-യിലൂടെ പരസ്യങ്ങൾ കാണുന്ന സാധനങ്ങൾ നമ്മുടെ വീട്ടിനടുത്തുള്ള കടകളിൽ പോയി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമറാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടാറുണ്ടോ? വരുമാനം കിട്ടുമോ? ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാറുണ്ടോ? ഇല്ല അല്ലേ? നമ്മൾ സാധനം വാങ്ങിക്കുന്നത് വഴി കച്ചവടക്കാരും ഹോൾസെയിലർമാരും CNF ഏജന്റും കമ്പനിയും സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും TV ചാനലിനും പൈസ ഉണ്ടാക്കാൻ പറ്റും. ജീവിതകാലം മുഴുവനും നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർ നമ്മൾ 1 രൂപ പോലുള്ള ഫ്രീ പ്രൊഡക്റ്റോ 1 രൂപയുടെ വരുമാന മാർഗമോ നമ്മൾക്ക് അതിലൂടെ കിട്ടാറില്ല. ഇവിടെയാണ് ഒരു കസ്റ്റമറിനെ എംപവർമെന്റ് ചെയ്യാൻ സാധിക്കുന്ന, ഒരു കസ്റ്റമറിനെ ലൈഫ് ലോങ് പാസീവ് ഇൻകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരം. ഈ ഒരു സ്ക്രീനിൽ നോക്കിയാൽ കാണാം ഡ്രീംസ്. നമ്മളെല്ലാവരും പഠിക്കുന്നത് എന്തിനാണ്? ഒരു ജോലി കിട്ടാനും ആ ജോലിയിലൂടെ നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പഠിച്ചിറങ്ങുന്നുണ്ടാവുമല്ലേ. ഇന്ന് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു വീടുണ്ടാക്കാൻ, ഒരു ലക്ഷറി വീടുണ്ടാക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇന്നത്തെ ജോലിയിലൂടെ ആർക്കും സാധിച്ചെന്ന് വരില്ല. പക്ഷെ എല്ലാവരും വീട് വെക്കാറുണ്ട്. 2 നില വീടൊക്കെ വെക്കും, ലോൺ എടുത്ത്. അത് കുറേ വർഷങ്ങളോളം EMI അടച്ചുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും ലോൺ എടുത്ത് വീട് വെക്കുന്നുണ്ടാവും. പിന്നെ ഇന്ന് എല്ലാവരും നാട്ടിലെല്ലാവർക്കും ബൈക്കും കാറും ഒക്കെ ഉണ്ടല്ലേ. ഒരു കാർ എല്ലാവരും വീട്ടിൽ ഇപ്പം മിക്കവാറും ആൾക്കാർ വീട്ടിലുണ്ടാവാറുണ്ട്. അതും EMI അടച്ചുകൊണ്ടായിരിക്കും നമ്മൾ കാറൊക്കെ വാങ്ങിക്കുന്നുണ്ടാവുക. ഒരു വീടിന്റെയും കാറിന്റെയും EMI ഉണ്ടെങ്കിൽ പിന്നെ ബാങ്ക് ബാലൻസ് ആയിട്ട് ഒന്നും ഉണ്ടാവത്തില്ല. സ്വാഭാവികമായിട്ടും ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലം, ഒരു സ്ട്രഗിള് ഒരു 90% ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. ഈ വന്നിരിക്കുന്ന 50 പേരിലും പല ആൾക്കാർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു എക്സ്ട്രാ വരുമാനം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. മക്കളുടെ വിദ്യാഭ്യാസം ഏതൊരു അച്ഛനമ്മമാരുടെയും സ്വപ്നമാണ് അല്ലെ. നല്ല രീതിയിൽ മക്കളെ പഠിപ്പിച്ച് അവർക്കൊരു ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു അച്ഛനമ്മമാരുടെ സ്വപ്നമാണ്. അതിന് നല്ല പൈസ ചെലവാക്കേണ്ടി വരും. പിന്നെ സ്ത്രീകളുണ്ടെങ്കിൽ നല്ല സ്വർണം വാങ്ങിക്കുക എന്നുള്ള സ്വപ്നം അവർക്കുണ്ടോ?
പക്ഷെ ഇന്നൊരു പവൻ സ്വർണം വാങ്ങിക്കണമെങ്കിൽ 1 ലക്ഷം രൂപക്കടുത്ത് വേണം, അല്ലേ? പിന്നെ വിദേശ യാത്രകൾ പോകാൻ ഫാമിലിയോടൊപ്പം ലണ്ടനും സ്കോട്ട്ലാൻഡും പാരീസും സ്വിറ്റ്സർലാൻഡും തായ്ലൻഡും വിയറ്റ്നാമിലൊക്കെ ഒന്ന് കറങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ടാവും. പക്ഷെ ഒരുപാട് ചെലവാണ് ഇതിന്. ഒരാൾക്ക് മാത്രം ഒന്ന് ലണ്ടനിലൊക്കെ പോയിക്കൊണ്ട് 2 ലക്ഷം രൂപ മേലെ ചെലവ് വരും. ഒരു നല്ല ട്രിപ്പൊക്കെ പോയി വരാൻ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് ഒരിക്കലും ജോലിയിലൊന്നും സാധിക്കത്തില്ല. പിന്നെ റിട്ടയർമെന്റ് ലൈഫ്, ഇന്നത്തെ റിട്ടയർമെന്റ് ലൈഫ് എന്താണ്? ഇത്രയും കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ച് വീടിന്റെ EMI അടിച്ചു, കാറിന്റെ EMI അടിച്ചു, മക്കളെ കല്യാണം കഴിഞ്ഞ് കഴിയുന്ന സമയത്തായിരിക്കും നമ്മൾ റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുന്നുണ്ടോ. ആ സമയത്ത് അസുഖങ്ങളും മരുന്നുകളുമായിട്ട് നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ. മക്കൾ ചിലപ്പോൾ ജോലി അന്വേഷിച്ച് പുറത്തെവിടെയും പോയിട്ടുണ്ടാവും. ഒറ്റക്ക് താമസിക്കേണ്ട, ചികിത്സിക്കാൻ പോലും മക്കളെ ആശ്രയിക്കേണ്ട ഒരു റിട്ടയർമെന്റ് ലൈഫാണ് ഇന്ന് പല ആൾക്കാർക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ്? നമ്മുടെ കയ്യിൽ അതനുസരിച്ചുള്ള പണം ഇല്ലാത്തതിന്റെ പേരിൽ മാത്രമാണ്. ചില ആൾക്കാർക്ക് വരുമാനം കുറയുന്ന സമയത്ത് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാലോ, ഒരു ബിസിനസ് തുടങ്ങിയാലോ, നമ്മുടെ സ്വപ്നങ്ങൾ നേടാൻ ജോബിലൂടെ ഡിഫിക്കൽട്ടി തന്നെയാണ്. ഒരു ബിസിനസ്സിലൂടെ പോസിബിലിറ്റി ഉണ്ട്, പക്ഷെ അതിന് ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അല്ല ചെറിയൊരു പൈസ കൊടുത്ത് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ, ജീവിച്ചു പോകാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു ബിസിനസ്, വലിയൊരു ബിസിനസ് തുടങ്ങാൻ ലോണൊക്കെ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് വിറ്റിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അല്ല, ഒന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഒരു വരുമാനമൊക്കെ നേടാൻ തുടങ്ങുന്ന സമയത്ത്, ഈ ലോണും EMI ഒക്കെ അടച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് വേറെ സ്ഥാപനം അതുപോലെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീഷനായി. അപ്പോൾ നമ്മുടെ വരുമാനം കുറയാൻ തുടങ്ങും. അപ്പോൾ നമ്മളെ ലോൺ അടക്കാനുള്ള ബുദ്ധിമുട്ട്, സ്ട്രഗിൾ വരാൻ തുടങ്ങി, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി മാറുന്ന സമയം, BP ഷുഗർ ഒക്കെ കൂടാൻ തുടങ്ങും, ടെൻഷൻ വരുന്ന സമയത്ത് അസുഖങ്ങളില്ല ഒരു ബിസിനസ്സായി മാറുന്ന പല ആൾക്കാരുടെയും. പിന്നെ അങ്ങനെയുള്ള ടെൻഷനുള്ള ബിസിനസ് നമ്മൾ മക്കൾക്ക് കൈമാറ്റം ചെയ്യാൻ സാധിക്കത്തില്ല, അല്ലേ? സ്വാഭാവികമായിട്ടും ഇത് പല ആൾക്കാർക്കും, ഒരു 80% ആൾക്കാർ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന CEO, കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, ചേഞ്ച് യുവർ ഷോപ്പാണ്. നമ്മൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ഒന്ന് മാറ്റുവാണെങ്കിൽ, നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡിനൊന്ന് മാറ്റാൻ സാധിക്കുവാണെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ പറയുന്ന കാര്യങ്ങൾ. ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ലൈഫ് മാറ്റാൻ ഒരവസരം കിട്ടുകയാണ്. 0 ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാൻ സാധിക്കും. നിങ്ങൾ ആർക്കും പൈസ കൊടുക്കണ്ട. അതുകൊണ്ട് ആർക്കും ചെയ്യാൻ, ഇവിടെ വന്നിരിക്കുന്ന ഏതൊരു സാധാരണക്കാരനും ഇത് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് റിസ്ക് ഒന്നുമില്ല. ആര് കഴിച്ചൊന്നും പൈസ വാങ്ങിച്ചല്ല ചെയ്യുന്നത്. ഒരാൾക്കും നിങ്ങൾ പൈസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് റിസ്ക് വരുന്നില്ല. ഇവിടെ പേടിക്കണ്ട. കോമ്പറ്റീഷൻ ഒന്നും വരാൻ പോകുന്നില്ല. കോമ്പറ്റീഷൻ വന്നാലും നമുക്ക് ടെൻഷൻ ഒന്നുമില്ല, നമ്മളൊന്നും പൈസ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. പിന്നെ ആരെ കൊണ്ട് നിർബന്ധമായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യിപ്പിച്ചിട്ട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്ന ബിസിനസ് അല്ല. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാട്ടുകാരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കലോ, അല്ലെങ്കിൽ സാധനം വാങ്ങിയിട്ട് വിറ്റ് നടക്കലോ, അല്ലെങ്കിൽ കുറേ സാധനം 30,000 വാങ്ങിച്ച് വീട്ടിൽ കട്ടിലടിച്ച് സൂക്ഷിക്കുന്ന ആ ബിസിനസ് അല്ല. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ഗൈഡ് ചെയ്യാനും വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ ഉണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രെയിനിങ്സ് ഒക്കെ തന്നുകൊണ്ട്. ഡെയിലി ഒരു 2-3 മണിക്കൂർ മാറ്റി വെക്കാൻ സാധിക്കുന്ന വ്യക്തിക്കാണ് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പാർട്ട് ടൈം ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ അങ്ങ് വന്നിരിക്കണേ. വീട്ടമ്മമാർ ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ? വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. അവർ സ്വന്തമായിട്ട് ജോലി ചെയ്യണം, സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ ആഗ്രഹിച്ചായിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ, ഒരു കുട്ടികളാവുന്ന സമയത്ത് അവരോടുള്ള സ്നേഹം കാരണം അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ, അവരെ നന്നായി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോബ് ഉപേക്ഷിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. വീട്ടമ്മമാരെ ഒതുങ്ങി കൂടേണ്ടി വന്നിട്ടോ, അല്ലെങ്കിൽ പ്രായമായ അച്ഛനമ്മമാരെ നോക്കേണ്ടി വരുന്നത് കൊണ്ട് ജോബ് ഉപേക്ഷിക്കേണ്ടി വന്ന ഒരുപാട് വീട്ടമ്മമാർ ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഉണ്ടാവും. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ? നിങ്ങളുടെ വീട്ടിൽ ജോലി, മക്കളെ പഠിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് വീട്ടിനകത്ത് ഇരുന്നു കൊണ്ട് ഒരു സ്വപ്നങ്ങൾ നേടണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ ദിവസം മാറ്റി വെക്കാൻ സാധിക്കുകയാണെങ്കിൽ 2 വർഷം കൊണ്ട് ലക്ഷങ്ങൾ മാസ വരുമാനം വീട്ടിലിരുന്നു കൊണ്ട് വാങ്ങിക്കാൻ സാധിക്കുന്ന ബിസിനസ് ആക്കി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ജോലിയുള്ള വ്യക്തിക്ക് നിങ്ങളുടെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ എങ്ങനെയാണ് സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ട്രഡീഷണൽ മാർക്കറ്റിംഗ് വഴിയാണ് വർഷങ്ങളായിട്ട് നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കടയിൽ പോയിട്ടാണ് നമ്മൾ സാധനം വാങ്ങിക്കുക. ആ കടയിൽ ഒരിക്കലും ആ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാറില്ല. നമ്മൾ 100% MRP കൊടുത്തിട്ടാണ് നമ്മുടെ വീട്ടിനടുത്തുള്ള കടയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഹോൾസെയിലർമാരെ ചെന്ന് ഈ സാധനം എടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റേറ്റ് ലെവൽ ഡിസ്ട്രിബ്യൂട്ടർമാരും CNF ഏജന്റും ഇതിനിടയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇടനിലക്കാരെന്ന് പറയുന്നത്. അതിന് കൂടാതെ TV ചാനലുകളുണ്ട്. സിനിമാ താരങ്ങളും ക്രിക്കറ്റ് കളിക്കാരും പരസ്യങ്ങൾ പറയാറുണ്ട്. ഏതൊരു കമ്പനി ആയി കഴിഞ്ഞാലും അവർ അത്രയും പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 40% കിട്ടിയാൽ മതി.
നമ്മൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് 40% മാത്രമേ ഏതൊരു കമ്പനിക്കും പോകുന്നുള്ളൂ. ബാക്കി വരുന്ന 60% ഈ ഇടനിലക്കാർക്കുള്ളതാണ്. 5 കോടി രൂപയാണ് ഒരു സിനിമാ താരം ഒരു സോപ്പിന്റെ പരസ്യം പറയാൻ വാങ്ങിക്കുന്നത്. ഐശ്വര്യ റായി വാങ്ങിക്കുന്ന ലക്സ് സോപ്പിന്റെ പരസ്യത്തിന് 5 കോടി രൂപക്ക് മേലെ കൊടുക്കണം. അത് വർഷങ്ങൾക്ക് മുന്നേയുള്ള കണക്ക്, ഇപ്പോഴത്തെ എനിക്കറിയത്തില്ല. ബ്രാൻഡ് അംബാസിഡറായി വെച്ചിരിക്കുകയാണ് ലക്സ് സോപ്പിന്റെ ഐശ്വര്യ റായിയെ. ലക്സ് ആണ് എന്റെ സൗന്ദര്യത്തിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ മാത്രം മതി. 5 കോടി രൂപയാണ്. ബൂസ്റ്റ് ചെയ്ത സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് സച്ചിൻ ടെണ്ടുൽക്കർ പറയുമ്പോൾ അദ്ദേഹത്തിന് കോടികളാണ്. അല്ല എന്ന് നമുക്കും അറിയാം, അദ്ദേഹത്തിനും അറിയാം. ബൂസ്റ്റ് കഴിച്ചിട്ടൊന്നുമല്ല അദ്ദേഹം ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു, നമുക്കും അറിയാം. നമ്മളിത് മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ നമുക്കും അറിയാം നമ്മുടെ കുട്ടികൾക്ക് അതിനല്ല കൊടുക്കുന്നതല്ല, പരസ്യമാണ് അല്ലെ, അട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള പരസ്യം കോടികൾ കൊടുത്തുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട പൈസ കൂടി നമ്മൾ കൊടുക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ ഒരേ സമയത്ത് 3-4 കമ്പനിയുടെ പരസ്യം പറയുന്നുണ്ട്. ബാങ്ക് ഓഫ് ബറോഡ പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ MRF ടയറിന്റെ പരസ്യം പറയുന്നുണ്ട്, അതുപോലെ ബൂസ്റ്റിന്റെ പരസ്യം, വേറെയും കുറെ കമ്പനികളുടെ പരസ്യം പറഞ്ഞ് എത്ര കോടികളാണ് ഒരു സിനിമാ താരം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന പല കമ്പനികളുടെ പ്രൊഡക്റ്റിന്റെ പരസ്യം പറഞ്ഞു. നമ്മൾക്ക് എന്താ പ്രയോജനം? ഈ പൈസ നമ്മളാ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ MRPയിലാണ് വാങ്ങിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ നമുക്കൊരു പ്രയോജനമില്ലാതെ ഈ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് 2004 ഓപ്പൺ ആയ കമ്പനി. ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ നേരിട്ട് കസ്റ്റമർക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുവാണ്. സ്വന്തം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നു. 450-ൽ പരം പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഈ കമ്പനി ഈ 60% മറ്റ് ഇടനിലക്കാർക്ക് കൊടുക്കാതെ ഈ കമ്പനിയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന കസ്റ്റമർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നു. ഈ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആർക്ക് വേണമെങ്കിലും, ഏതൊരു സാധാരണക്കാരന് വേണമെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ അവസരം, അവരുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ അവസരം, ജീവിതകാലം മുഴുവൻ പാസീവ് ഇൻകത്തിലേക്ക് പോകാൻ അവസരം, 3 ജനറേഷനെ സേഫ് ആക്കിയെടുക്കാൻ സാധിക്കുന്ന 60% 9 തരം വരുമാനമാക്കിയിട്ട് നമ്മൾക്ക് തരാൻ വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി റെഡിയാണ്. ആർ യു റെഡി? നിങ്ങൾക്ക് അങ്ങനെ ഒരു വരുമാനം വേണോ? പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്ത് നടക്കണ്ട, നമുക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്താണോ പുറത്ത് കടകളിൽ പോയി സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നത്, എത്ര പൈസയുടെ സാധനമാണ് നിങ്ങൾ മാസം വീട്ടിലേക്ക് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്, അത് മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഇത് കമ്പനി മാനേജ്മെന്റ് ആണ്, മിസ്റ്റർ ഗൗതം ബാലി സാർ. ഹൈ വിഷനറി ആയിട്ടുള്ള മാനേജ്മെന്റ് ആണ് നമ്മുടെ കമ്പനിയുടെ. ഈ മേഖലയിൽ 40 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇവർക്ക്. ഗൗതം ബാലി സാറും കോ ഫൗണ്ടേഴ്സ് ആണ് ദീപക് സൂദ് സാറും കൺവേർബി സാറും. കമ്പനിയുടെ വിഷൻ ഇന്ത്യയിൽ 140 കോടി ജനങ്ങളെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആക്കി മാറ്റുക. ഇന്ന് 1,68,00,000 രൂപ വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി, മാസം വരുമാനം വാങ്ങിക്കുന്ന ആൾ ഈ കമ്പനിയുണ്ട്. 1,68,00,000 രൂപ മാസ വരുമാനം ഡയറക്ട് സെയിലിംഗ് മേഖലയിൽ ഏഷ്യ രാജ്യത്ത് ഏറ്റവും ടോപ്പ് വരുമാനം വാങ്ങിക്കുന്ന വ്യക്തി വെസ്റ്റീലാണ്. കമ്പനി മിഷൻ ഡയറക്ട് സെല്ലിങ്ങിലൂടെ ലോകം മുഴുവൻ എത്തിക്കുക, ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇന്ന് 8ഓളം രാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞ് 30 രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കമ്പനി 450-ൽ പരം പ്രൊഡക്റ്റിൽ നിന്നും 1000 പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു മാസം 3-4 പ്രൊഡക്റ്റുകൾ ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. 5000 കോടി ടേൺ ഓവറിൽ എത്തിക്കഴിഞ്ഞു കമ്പനി 21 വർഷം കൊണ്ടാണ്. അത് നിങ്ങൾ ആലോചിക്കുക, ഒരു സിനിമാ താരത്തിനെ കൊണ്ടും പരസ്യം പറയാതെ, ഒരു TV ചാനലിലും കാണിക്കാതെ, നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവെക്കാതെ, ഉപയോഗിക്കുന്ന കസ്റ്റമർ വഴി വേറൊരു കസ്റ്റമർ മനസ്സിലാക്കുന്നു, അവർ ഉപയോഗിക്കുന്ന വഴി വേറൊരു കസ്റ്റമർ മനസ്സിലാക്കുന്നു, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി 5000 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ച കമ്പനിയാണ് വെസ്റ്റീജ്. ഇന്ത്യൻ കമ്പനി, ഗവൺമെന്റ് അപ്രൂവ് ആയിട്ടുള്ള എല്ലാവിധ സർട്ടിഫിക്കേഷനുള്ള കമ്പനി, ലീഗലൈസ് ചെയ്യുന്ന കമ്പനി. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ പ്രൊഡക്റ്റും GST അടച്ചുകൊണ്ട്, നമ്മൾ വാങ്ങിക്കുന്ന വരുമാനത്തിന് TDS കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങിക്കാൻ ലീഗലൈസ് ചെയ്യുന്ന ബിസിനസ്സാണ്. 2004 കമ്പനി ഓപ്പൺ ആവുന്ന സമയത്ത് വെറും 2 ഔട്ട്ലെറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് ഡൽഹിയിലും ഒന്ന് ബാംഗ്ലൂരും. ഇന്ന് 5000-ലധികം ഔട്ട്ലെറ്റ് ഉള്ള കമ്പനിയാണ്. മലപ്പുറം ജില്ല മാത്രം 12 ഔട്ട്ലെറ്റ് ഉണ്ട്. ബാക്കി എല്ലാ ജില്ലകളും 4ഉം 5ഉം ഷോപ്പുകളുള്ള 10 പ്രൊഡക്റ്റിലൂടെ സ്റ്റാർട്ട് ചെയ്ത കമ്പനി 450-ൽ പരം പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു. 6 വ്യക്തികളാണ് 2004-ൽ ഈ കമ്പനിയെ വിശ്വസിച്ച് മനസ്സിലാക്കി ആ കമ്പനിയോടൊപ്പം അസോസിയേഷൻ ചെയ്തത്. ഇന്ന് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട് ഈ കമ്പനിയിൽ. നിരവധി അവാർഡ്സും റെക്കഗ്നേഷൻ ലഭിച്ച കമ്പനി. ഗ്രേറ്റ് പ്ലേസ് ടു വർക്കിനുള്ള അവാർഡും, ഗ്ലോബൽ 100 അവാർഡും, നാഷണൽ ബെസ്റ്റ് എംപ്ലോയർ ബ്രാൻഡ് അവാർഡും, ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനിക്കുള്ള അവാർഡും, മോസ്റ്റ് ട്രസ്റ്റഡ് ബ്രാൻഡ് TRAയുടെ അവാർഡ്. ഇന്ത്യയിലെ നമുക്ക് വിശ്വസിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്കുള്ള അവാർഡ് തുടർച്ചയായി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് വെസ്റ്റീജ് കമ്പനി. 450-ൽ പരം പ്രൊഡക്റ്റ്, 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, ഏതൊരു സാധാരണക്കാർക്കും എപ്പോഴും വാങ്ങിക്കാൻ പറ്റുന്ന വില. ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നുണ്ടാവും.
ഈ പ്രൊഡക്റ്റ് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന FMCG പ്രൊഡക്റ്റുകൾ, കുളിക്കാനുള്ള സോപ്പുകൾ, പലതരം സോപ്പുകൾ നമ്മുടെ മാർക്കറ്റിലുണ്ടല്ലേ, അതേപോലെ ഇതിൻ്റെ അകത്തുമുണ്ട്. ഡോവ് ഉണ്ട്, PS ഉണ്ട്, ലക്സ് ഉണ്ട്, സന്തൂർ ഉണ്ട്, അങ്ങനെ മേഡിയമിക്സി സോപ്പ്, പലതരം സോപ്പുകൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ വില നമുക്ക് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെ വില 100 ഗ്രാം സോപ്പിൻ്റെ വില നിങ്ങൾ ചിലപ്പോൾ സാധാരണക്കാരൻ വാങ്ങിക്കുന്ന സോപ്പിൻ്റെ വില ചിലപ്പോൾ 53 രൂപയ്ക്ക് ഉണ്ടോ, 100 ഗ്രാം. ചെറിയ സോപ്പൊക്കെ ഉണ്ടോ? അതല്ല കേട്ടോ, ഞാൻ 100 ഗ്രാം സോപ്പിൻ്റെ വിലയെ പറഞ്ഞ്. ഇപ്പോൾ PS സോപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടോ? അതിൻ്റെ വില നല്ല ക്വാളിറ്റിയുടെ സോപ്പ് ആയതുകൊണ്ട് നല്ല വിലയുണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന ഈ കമ്പനിയുടെ സോപ്പിൻ്റെ വില 44 രൂപയാണ് 100 ഗ്രാം സോപ്പിൻ്റെ വില കേട്ടോ. നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന ആൾക്കാർ ചിന്തിക്കുന്നുണ്ട് ഇനി വില കൂടുതലായിരിക്കുമോ, എന്നിട്ടാണ് വരുമാനത്തിൽ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വില പറഞ്ഞത്. സോപ്പിൻ്റെ വില 44 രൂപ 100 ഗ്രാമിന്. അത് ഏത് തരം സ്കിൻ പ്രോബ്ലം ഉള്ള ആൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സോപ്പാണ്. TFM 76 മേലെ ക്വാളിറ്റിയുള്ള സോപ്പാണ്. PS പോലത്തെ സോപ്പുണ്ട്, ഡോവ് പോലത്തെ സോപ്പുണ്ട്, അങ്ങനെ പലതരം ഡെറ്റോളിൻ്റെ പോലത്തെ സോപ്പൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന ഒരു പേസ്റ്റ് ഇല്ലേ, 240 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന 100 ഗ്രാം പേസ്റ്റ് ഉണ്ട്. ഇന്ന് TV പരസ്യങ്ങൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരസ്യം കണ്ടിട്ടില്ല, 240 രൂപ സെൻസോഡിൻ എന്ന് പറഞ്ഞൊരു പേസ്റ്റിന്റെ വില. ഞാൻ ഈ പറയുന്ന 63 രൂപയോട് നമ്മുടെ പേസ്റ്റിന്റെ വില. നിങ്ങൾ ഈ പറയുന്ന ആ പേസ്റ്റില്ലേ 240 രൂപ കൊടുത്ത് ഡോക്ടർമാർ പറയുന്ന പേസ്റ്റ്, അതിനേക്കാളും ക്വാളിറ്റി, അതിനേക്കാളും റിസൾട്ട്, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിക്കും പല്ല് വേദന മാറ്റാൻ സാധിക്കുന്ന, പല്ല് പുളിപ്പ് മാറ്റാൻ സാധിക്കുന്ന, പല്ലിന് ബ്ലഡ് വരുന്നത് മാറ്റാൻ സാധിക്കുന്ന. നിങ്ങൾ ആരെങ്കിലും ഈ വന്നിരിക്കുന്നതിൽ ആരെങ്കിലും നമ്മളെ ഈ പേസ്റ്റ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സെൻസോഡിൻ പോലും ഉപയോഗിക്കത്തില്ല, വേറെ ഒരു പേസ്റ്റ് ഉപയോഗിക്കും. അത്രയും ക്വാളിറ്റിയാണ് ഇതിന്. 63 പേസ്റ്റ് വാങ്ങിച്ച് ബിസിനസ് തുടങ്ങാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും. 44 സോപ്പ് വാങ്ങിച്ച് ബിസിനസ് തുടങ്ങാൻ സാധിക്കും. അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞ് പോകാൻ സാധിക്കും, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നിരവധി പേസ്റ്റുകളും ബ്രഷും മൗത്ത് വാഷ് ഉണ്ട്. വീടിനെ ഹൈജീൻ ആക്കി മാറ്റാൻ ഹോം കെയർ ഐറ്റംസ്, പാത്രം കഴുകാൻ, തുണി കഴുകാൻ, തറ തുറക്കാൻ, ടോയ്ലറ്റ് കഴുകാൻ, നിരവധി പ്രൊഡക്റ്റുകൾ. നമുക്ക് ഇന്നറിയാം, സ്ത്രീകൾ, അമ്മമാർക്കൊക്കെ വീട്ടിലൊക്കെ കൈകൾക്ക് വ്രണങ്ങളൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടോ, വയറ്റിൽ മുഴകൾ കാണുന്ന ഒരുപാട് സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ. ഈ കെമിക്കൽ അടങ്ങുന്ന പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ, അതുകൊണ്ട് അവർക്ക് കൈകൾക്ക് വ്രണങ്ങൾ, ചൊറിച്ചിലും അതുപോലെ വയറ്റിൽ മുഴകളൊക്കെ കാണുന്നുണ്ടോ. നിങ്ങൾ അതൊന്നും മാറ്റി നോക്കൂ. നിങ്ങൾ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന ലിക്വിഡും തുണി കഴുകുന്ന പൗഡറും മാറ്റി നോക്കൂ. ഈ ഒരു വെസ്റ്റീജിന്റെ പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കലും ഉൾപ്പെടാത്ത സെല്ലുലാർ ന്യൂറിഷ്മെന്റ് ടെക്നോളജി ഉപയോഗിച്ച പ്രൊഡക്റ്റാണ് തെറാപ്പി. അത്രയ്ക്കും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കമ്പനിയുള്ളത്. ഒരു പ്രാവശ്യം, ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും, നിങ്ങൾ വേറെ പ്രൊഡക്റ്റ് ഉപയോഗിക്കത്തില്ല. അടുത്തത് തവിടെണ്ണയാണ്. omega-3 അടങ്ങിയിരിക്കുന്ന തവിടെണ്ണ. നമ്മളെല്ലാവരും വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആൾക്കാർ ഇത് പൈസ കൂടുന്ന സമയത്ത് നമ്മൾ പാം ഓയിലിലേക്ക് പോകുന്നുണ്ടാവും. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ തവിടെണ്ണ കിട്ടും, അതല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഫിസിക്കലായിട്ട് റിഫൈൻ ചെയ്തെടുത്ത സ്പെഷ്യലായിട്ട് കമ്പനി സ്റ്റാഫിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു തവിടെണ്ണയാണ്. കൊളസ്ട്രോളിന് ഒറ്റ മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഒരൊറ്റ മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ടേസ്റ്റ് ആണെങ്കിൽ വെളിച്ചെണ്ണയെക്കാളും ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ പോലും ഉപയോഗിക്കത്തില്ല, അത്രക്കും ടേസ്റ്റും ലാഭവുമാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി, ആരോഗ്യം മെച്ചമാണ്, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് തവിടെണ്ണ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. ചായപ്പൊടി ഉണ്ട്, കോഫി പൊടി ഉണ്ട്, കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് ബാറുകളുണ്ട്, ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റ്, ഫ്രഷ്നപ്പ് ഡ്രിങ്ക് അവൈലബിൾ ആണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഹെയർ ഓയിലും, മുടി വളരാൻ, മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഓയിലും ഷാമ്പൂ ഒക്കെ അവൈലബിൾ ആണ്. മുടി പൊട്ടി പോകുന്നതിനും ഡാൻഡ്രഫിനൊക്കെ ഷാമ്പൂ ഉണ്ട്, ഹെയർ സ്പാ ഉണ്ട്, കണ്ടീഷണർ ഉണ്ട്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് 100ഓളം പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ലിപ്സ്റ്റിക്, ഐലൈനർ, മസ്കാര, നെയിൽ പോളിഷ്, അതുപോലെ ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, ചാർക്കോൾ പീൽ മാസ്ക്, സൺ ക്രീം, BB ക്രീം, ഫെയർനെസ് ക്രീം, ബോഡി ലോഷൻ, മോയ്സ്ചറൈസ് ക്രീം, അതുപോലെ കണ്ണിനടിയിലെ കറുത്ത പാടുകൾ മാറ്റാനുള്ള അണ്ടർ ഐ സിറം, മുഖത്തിന്റെ ചുളിവുകളും കലകളും മാറ്റി സുന്ദരിയും സുന്ദരനാക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് കാറ്റഗറി പ്രൊഡക്റ്റുകളും, ഇങ്ങനെയുള്ള ഏകദേശം 100ഓളം പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അതുപോലെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന വെൽനസ് പ്രൊഡക്റ്റുകൾ, അതിനെക്കുറിച്ച് നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നില്ല. അല്ലേ, നമ്മളെല്ലാവരും അസുഖങ്ങൾ വന്നതിന് ശേഷം ചികിത്സിക്കാനാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കിഡ്നി പോയതിനു ശേഷം കിഡ്നി മാറ്റാൻ നടക്കുന്ന ആൾക്കാരാണ്. ക്യാൻസർ വന്നതിന് ശേഷം പിന്നെ വീട് വിറ്റിട്ട് ചികിത്സിക്കാൻ നടക്കുന്ന ആൾക്കാരെ കൂടുതലുണ്ടാവും. ഹാർട്ടിന് ബ്ലോക്ക് വന്നതിന് ശേഷം സർജറി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മുട്ടിന് ജോയിന്റ് പ്രോബ്ലം വന്നതിന് ശേഷം സർജറി ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. എന്തിനാണ് ഈ സർജറി ചെയ്യാൻ നിൽക്കുന്നത് നമ്മൾ? ഇത് വരാതിരിക്കാൻ എന്തുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കാൻ? നമ്മൾ വെൽനസ് പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും സുഹൃത്തുക്കളെ. ക്യാൻസർ വരാതിരിക്കാൻ, ഹാർട്ടിന്റെ ബ്ലോക്ക് വരാതിരിക്കാൻ, ജോയിന്റ് പ്രോബ്ലം വരാതിരിക്കാൻ, ഷുഗർ വരാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വെൽനസ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. വിത്തൗട്ട് മെഡിസിൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന ഹെൽത്ത് സപ്ലിമെന്റേഷൻ. നമ്മൾ ഇന്ന് മക്കൾക്ക് ട്യൂഷൻ കൊടുക്കുന്ന എന്തിനാണ്? സ്കൂളിൽ അധ്യാപകർ കൊള്ളാൻ ചെല്ല, അവർ കുറച്ചും കൂടി സപ്ലിമെന്റ് കൊടുക്കുകയാണ്. നമ്മൾ കുറച്ചും കൂടി കൂടുതൽ നോളജ് കൊടുക്കാൻ വേണ്ടിയാണ് ട്യൂഷൻ അയക്കുന്ന പൈസ കൊടുത്തിട്ട്. ഇവിടെ നിങ്ങൾ ഫുഡിൽ കിട്ടാത്ത മിനറൽസും പ്രോട്ടീൻസും വൈറ്റമിൻസും നമ്മുടെ അഭാവം മൂലം നമുക്കിന്ന് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അങ്ങനത്തെ രീതിയിലുള്ള ഭക്ഷണമാണ്, കെമിക്കൽ അടങ്ങിയ
പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നു, വിഷമടങ്ങിയ പച്ചക്കറി ഉപയോഗിക്കുന്നു, ഹോർമോൺ അടിച്ച ചിക്കനും കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും. തിളപ്പിച്ച വെള്ളം കുടിക്കുന്ന ആൾക്കാരാണ്. മിനറൽസ് ഉണ്ടാവത്തില്ല, അസുഖങ്ങൾ കൂടും. ഇന്ന് ഷുഗർ വന്നിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ആരെങ്കിലും പരിചയമുണ്ടെന്ന് ചോദിച്ചു നോക്കുക, സുഹൃത്തെ എത്ര വർഷമായി ഷുഗറിന് മരുന്ന് കഴിക്കുന്നു? അവർ പറയും 5 വർഷം, 10 വർഷം, 15 വർഷം, 25 വർഷം എന്നൊക്കെ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. എന്തുകൊണ്ടായിരിക്കും 25 വർഷം അവർ ഈ മരുന്ന് കഴിച്ചിട്ട് ഷുഗറിന്റെ അളവ് കുറയാതെ? പല ആൾക്കാരും ആ ഷുഗറിന്റെ ഗുളിക കഴിക്കുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടല്ലോ എന്ന് ആശ്വാസത്തിൽ കഴിക്കുന്ന ആൾക്കാരാണ്. വേറെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ, ഷുഗർ അതേപോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഷുഗറിനെ കൺട്രോൾ ലെവലിൽ കൊണ്ടുവരാൻ? അതും മെഡിസിൻ കഴിക്കാതെ, മരുന്ന് കഴിക്കാതെ. ആര്യവേപ്പിന്റെ നീം ക്യാപ്സ്യൂൾ ഉണ്ട്, 100 ക്യാപ്സ്യൂളിന് 334 രൂപയുള്ളൂ, 100 എണ്ണത്തിന്. ഒരൊറ്റ മാസം കൊണ്ട് ഷുഗറിനെ കൺട്രോൾ ലെവലിൽ എത്തിക്കാൻ സാധിക്കും. ബോർഡർ ലെവലിൽ ഷുഗർ വ്യക്തിക്ക് പോലും ഗ്ലൂക്കോ ഹെൽത്തും കൂടെ ആഡാക്കി 2 പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷുഗറിനെ കൺട്രോൾ കൊണ്ടുവരാൻ സാധിക്കും. 5 വർഷം ഷുഗറിന് മെഡിസിൻ കഴിച്ച ആൾക്കാർക്ക് ഇൻസുലിൻ കുത്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ടാവും. അവർ ഇൻസുലിൻ ഉൽപ്പാദനം നിലച്ചിട്ടുണ്ടോ? ഇൻസുലിൻ വെച്ച് കുറേ കാലം ഇൻസുലിൻ വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിലേക്ക് പോകും, കിഡ്നി പോയിട്ടുണ്ടോ? ഇന്ന് പല ആൾക്കാരും ആലോചിച്ച് നിൽക്കും. നിങ്ങൾ പല ആൾക്കാരും ഷുഗറിന് മെഡിസിൻ കഴിക്കുന്ന ആൾക്ക് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇൻസുലിൻ കഴിഞ്ഞ ശേഷം അവർ ഡയാലിസിസ് പോകുന്ന കണ്ടോ, കിഡ്നി ഡാമേജ് ആയ ശേഷം. പിന്നെ ആ കുടുംബത്തിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊന്നും ആവശ്യമില്ല. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഫുഡ് സപ്ലിമെന്റേഷൻ ഉപയോഗിക്കുക. ഷുഗർ വരാതിരിക്കാനും വന്നിരിക്കുന്ന ആൾക്കാർക്കും നീം റെഗുലർ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഷുഗർ വരത്തില്ല, ഷുഗർ കൺട്രോൾ ആവും. പലവിധ ഹെൽത്ത് പ്രോബ്ലംസും ഈ നീം സപ്പോർട്ടാണ്. ഇപ്പോൾ സ്കിൻ പ്രോബ്ലത്തിന് പോലും നീം സപ്പോർട്ടാണ്. അതുപോലെ ജോയിന്റ് പ്രോബ്ലം, മുട്ടുവേദന ഉണ്ടെങ്കിൽ, നടുവേദന ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂക്കോസമിൻ, കാൽഷ്യം, കൊലാജൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലൂടെ വൈറ്റമിൻ ഡിയും CMD ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജോയിന്റ് പ്രോബ്ലം സോൾവ് ആക്കാൻ സാധിക്കുന്നുണ്ടാവും. നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ സർജറി അല്ലെങ്കിൽ ഉഴിച്ചലും പീച്ചലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് മാറ്റങ്ങൾ വരാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വർഷങ്ങളോളം ആയുർവേദ ചികിത്സ ചെയ്യുന്ന ആൾക്കാർ കണ്ടിട്ടോ? നടുവേദനയും മുട്ടുവേദനയൊക്കെ വന്നിട്ട് അവസാനം ഡോക്ടറെ കാണിക്കുമ്പോൾ സർജറി പറയും, ഇഞ്ചക്ഷൻ തരും, കുറേ കാലം പെയിൻ കില്ലർ പോകും, അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ, സർജറി. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് ഈ ജോയിന്റ് പ്രോബ്ലം ഒക്കെ മാറ്റണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു മെഡിസിനും കഴിക്കാതെ കുറേ കാലങ്ങളോളം മുട്ടുവേദന ഒന്നും ഇല്ലാതെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേറെ കിട്ടുന്നുണ്ടാവും. പിന്നീട് പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ക്ലാസ്സുകൾ പിന്നീട് ലഭിക്കുന്ന സമയക്കുറവാണ്, അത്രേ പറയുന്നുള്ളൂ. അതുപോലെ ഹാർട്ടിന്റെ ബ്ലോക്കിന് ഇല്ലാതാക്കാൻ ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുക. സൈലന്റ് അറ്റാക്ക് വരാതിരിക്കാൻ ക്യൂട്ടനും എല്ലാറ്റിനും ഉപയോഗിക്കുക. വെരിക്കോസിന്റെ മൈഗ്രെയിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിന് നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. വെയിറ്റ് അമിത വണ്ണം കുറക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് വെയിറ്റ് ലോസിന്റെ പ്രൊഡക്റ്റുകളുണ്ട്. PCOD തൈറോയ്ഡ് പ്രോബ്ലത്തിന് പ്രൊഡക്റ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്ഥിരമായിട്ട് പനി, ജലദോഷം, വേദനകൾ, അവർക്ക് കൊളസ്ട്രോൾ കൊടുക്കുക. പശു പ്രസവിച്ചാലിൻ്റെ ആദ്യത്തെ മഞ്ഞപ്പാൽ, അതിൽ നിന്നെടുത്ത് കൊളസ്ട്രോളിനെ സപ്ലൈ, ഹൈ ഇമ്മ്യൂണിറ്റി പ്രൊഡക്റ്റ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന പാൽപ്പൊടി പോലത്തെ സാധാരണ ക്യാപ്സ്യൂൾ രൂപത്തിലല്ല. അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അത് കഴിച്ചു കഴിഞ്ഞാൽ പ്രതിരോധ ശേഷി കൂടും. പനി, ജലദോഷം, തുമ്മൽ സ്ഥിരമായിട്ട് വരത്തില്ല. ആന്റിബയോട്ടിക്കും കഫ് സിറപ്പിൽ നിന്നും അവർക്ക് മോചനം നേടാൻ സാധിക്കും. ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പല അസുഖങ്ങൾ പിന്നീട് വരും. പല അച്ഛനന്മാരും ആന്റിബയോട്ടിക്കും കഫ് സിറപ്പും കൂടപ്പുറപ്പിനുള്ള കൊണ്ടു നടക്കുന്നുണ്ട്. ഞാൻ അവർക്ക് കൊടുക്കാൻ ഒരു മടിയില്ല. ആഴ്ചകൾ തോറുമ്പോൾ കഫവും ജലദോഷമായിട്ട് നടക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട് നിങ്ങൾ. അതുപോലെ തുളസി ഡ്രോപ്സിനെ പഠിച്ചു 162 രൂപയുള്ളൂ തുളസി ഡ്രോപ്സ്. വയറുവേദന, ചുമ, കഫക്കെട്ട്, അലർജി പ്രോബ്ലം, ജലദോഷം, പീരീഡ്സ് സമയത്ത് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വയറുവേദനക്കൊക്കെ ഈ തുളസി ഡ്രോപ്സ് മതി. 162 രൂപയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു സാധനം വാങ്ങിച്ചു വെക്കുകയാണെങ്കിൽ ഒരു 4-5 മാസം വീട്ടിനകത്തൊരു ഹോസ്പിറ്റൽ, ഒരു ഡോക്ടർ ഉണ്ടെങ്കിൽ എത്ര ധൈര്യം ഉണ്ടാവും? അത്ര ധൈര്യം കിട്ടും ഈ തുളസി ഡ്രോപ്സിലൂടെ. അത്രക്കും വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. 162 രൂപ. അത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ പറയുന്ന കാര്യം? ഇതിൽ 450-ൽ പരം പ്രൊഡക്റ്റ് ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റും 450-ൽ പരം പ്രൊഡക്റ്റും ഇതിലുള്ള എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. എന്തെങ്കിലും വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം മാത്രം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് കയ്യിലുള്ള പൈസക്ക് ആരോഗ്യത്തോടെ വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരമാണ് വെസ്റ്റേജ് കമ്പനി നമുക്ക് തരുന്നത്. ആരോഗ്യത്തോടെ ലൈഫ്, ജീവിതകാലം മുഴുവൻ അസുഖമില്ലാതെ മുന്നോട്ട് പോകാനും ആ സമയത്ത് ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആക്കി ഇതിനെ കൊണ്ടുപോകാൻ സാധിക്കും. ആർ യു റെഡി? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ വരുമാനം? ആരുടെയും വേർപ്പിന്റെ പൈസ അല്ലാതെ നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ഒരു അവസരം കിട്ടുന്നു. എങ്ങനെ? അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുന്നേ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ കോൾഗേറ്റും ക്ലോസപ്പും സന്തൂറും ലെക്സും സിന്തോളും വെളിച്ചെണ്ണയും പല 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 പ്രൊഡക്റ്റുകൾ വീട്ടിനടുത്തുള്ള കടകളിൽ പോയി വാങ്ങിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ? ഇത്രയും വർഷം സാധനം വാങ്ങിച്ചത് ഈ കടയിൽ നിന്നോ ഈ കമ്പനിയിൽ നിന്നോ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം തന്നാൽ പോലും 20 രൂപ വാങ്ങിക്കും കച്ചവടക്കാരൻ. ചില്ലറ ഇല്ലെങ്കിൽ 2-3 മിഠായി എടുത്തു തരും. ഇതല്ലേ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ? 4.5 വർഷമായി വെസ്റ്റീജിന്റെ കസ്റ്റമറാണ് ഞാൻ. എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മാത്രം വാങ്ങിക്കുന്ന കസ്റ്റമറാണ് ഞാൻ. ഇന്നേ വരെ ഒരു സോപ്പ് പോലും സെയിൽ ചെയ്തിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ?
പ്രൊഡക്റ്റ് വിൽപ്പനയല്ല എന്നർത്ഥം. നിങ്ങൾ ഇപ്പോഴും കേൾക്കുന്ന ആൾക്കാർ നേരെ ചിന്തിക്കുന്നത് പ്രൊഡക്റ്റ് കണ്ടു, ഇനി ഇത് ആർക്ക് കൊടുക്കാൻ പറ്റും, ആരെ ഇതിനകത്ത് പിടിച്ച് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെ ആൾക്കാരെ ചേർക്കുന്നോ അല്ലെങ്കിൽ ആരെ കൊണ്ട് സാധനം വാങ്ങിപ്പിക്കുന്ന ബിസിനസ് അല്ല സുഹൃത്തെ. ക്ലിയർ ആവുന്നുണ്ടോ? ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ 4.5 വർഷം ഒരു സോപ്പ് പോലും സെയിൽ ചെയ്തിട്ടില്ല എന്നർത്ഥം. ഞാൻ എന്താ ചെയ്തതെന്നും കൂടെ പറഞ്ഞുതരാം. ഓക്കെ. അതിനു മുന്നേ ആദ്യമായിട്ട് ഈ കമ്പനിയിൽ സാധനം വാങ്ങിച്ച സമയത്ത് എനിക്ക് 3500 രൂപയുടെ സാധനമാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചത്. ആരും പറഞ്ഞിട്ട് വാങ്ങിച്ചതല്ല കേട്ടോ. എനിക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിക്കാൻ അവർ പറഞ്ഞപ്പോൾ ഞാൻ സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലേക്ക് ഞാൻ സ്ഥിരമായിട്ട് മറ്റുള്ള കടകളിൽ പോയി വാങ്ങിക്കുന്ന സാധനം ലിസ്റ്റ് ഉണ്ടാക്കി അത് ഇതിൽ നിന്ന് വാങ്ങിച്ചു, അത്രേ ഉള്ളൂ. ഇതിലില്ലെങ്കിലും ഞാൻ കടയിൽ പോയി സോപ്പ് വാങ്ങിക്കണം, പേസ്റ്റ് വാങ്ങിക്കണം, ബ്രഷ് വാങ്ങിക്കണം, മൗത്ത് വാഷ് വാങ്ങിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ ചായപ്പൊടി വാങ്ങിക്കുന്നു, കോഫി പൊടി വാങ്ങിക്കുന്നുണ്ട്, കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുന്നുണ്ടാവും, പാത്രം കഴുകാനും തുണി കഴുകാനും തറ തുടക്കാനും ടോയ്ലറ്റ് കഴുകാനും ഒക്കെ സാധനം ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് ഇതിലേക്ക് മാറ്റി, അത്രേ ചെയ്തിട്ടുള്ളൂ. 3500 സാധനം വാങ്ങിച്ചപ്പോൾ 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. വീട്ടിലെത്തി പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ വളരെ എക്സൈറ്റ്, നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഇന്ന് വരെ ഒരു ഐശ്വര്യറായിയോ മമ്മൂട്ടിയോ മോഹൻലാലോ ഷാറൂഖ് ഖാനോ ഇങ്ങനത്തെ നല്ല പ്രൊഡക്റ്റിന്റെ പരസ്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അവിടെ എനിക്ക് മനസ്സിലായത് ഇവർ കോടികൾ കൊടുത്തുകൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അന്ന് തൊട്ടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ സിനിമാ താരങ്ങൾ അവർക്ക് കോടീശ്വരന്മാരായി മാറാൻ വേണ്ടിയിട്ട് പരസ്യങ്ങൾ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് തൊട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഈ സിനിമാ താരങ്ങളൊക്കെ ഇങ്ങനത്തെ നല്ല പ്രൊഡക്റ്റിന്റെ പരസ്യം പറയാൻ വരാത്തത്. കോടികൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മൾ ഇത്രയും കാലം വർഷങ്ങൾ അവരെ കോടീശ്വരന്മാരാക്കി കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തിരിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഇന്ന് ഞാൻ ലൈഫായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും 10-ാം തീയതി വരുമാനം തരും കമ്പനി. നിങ്ങൾ എന്ത് വാങ്ങിക്കുന്നുണ്ടോ അതിന്റെ ചെറിയ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. എനിക്ക് പിറ്റത്തെ മാസം 10-ാം തീയതി 147 രൂപ വരുമാനം കിട്ടി. 3500 രൂപക്കുള്ള സാധനം വീട്ടിലേക്ക് വാങ്ങിച്ചപ്പോൾ 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടി. നല്ല ഉൽപ്പന്നം കിട്ടി. 14 വർഷമായിട്ടുണ്ടായിരുന്ന മൗത്ത് അൾസർ, സ്ഥിരമായിട്ടുണ്ടായിരുന്ന പല്ല് വേദന ആ 63-ന്റെ പേസ്റ്റിലൂടെ ഇല്ലാതായി മാറി. എത്രയോ പ്രാവശ്യം ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്, എത്രയോ പ്രാവശ്യം ദുബായിലെ ഡോക്ടർമാരെ, നാട്ടിലെ ഡോക്ടർമാരെ കാണിച്ചിട്ടുണ്ട്. മൗത്ത് അൾസർ മാറ്റാൻ ഒരു ഡോക്ടർമാർക്ക് സാധിച്ചിട്ടില്ല. ഈ പേസ്റ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മൗത്ത് അൾസറും വന്നിട്ടില്ല, പല്ല് വേദനയും വന്നിട്ടില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അത് തന്നെ ആ കാര്യം മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരോട്. കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞതാ, ഞാൻ ഇങ്ങനെ വെസ്റ്റീജിൻ്റെ പേസ്റ്റ് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 300 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ കിട്ടിയായിരുന്നു. നല്ല എക്സലൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്. ഒരു സിനിമാ താരം കൂടി ഇത്രയും നല്ല പ്രൊഡക്റ്റിൻ്റെ പരസ്യം പറഞ്ഞു കേട്ടിട്ടില്ല. അതിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ചാൽ തന്നെ എനിക്ക് വളരെ ഹാപ്പിയായി. എനിക്ക് സ്ഥിരമായിട്ടുണ്ടാകുന്ന പല്ലുവേദന ഇപ്പോഴും ഇല്ല. അതുപോലെ തന്നെ മൗത്ത് അൾസർ ഇപ്പോൾ ഇല്ല. അന്ന് ആ സമയത്ത് എനിക്ക് മൗത്ത് അൾസർ ഉള്ള സമയം എല്ലാ ആദ്യത്തെ ആഴ്ചയും 2 ആഴ്ച എനിക്ക് മൗത്ത് അൾസർ വരും, ടെൻഷൻ കാരണം. അതങ്ങ് മാറി കിട്ടി. എനിക്ക് സ്ഥിരമായിട്ട് കഫക്കെട്ട് വരുന്ന ഒരാളാണ്. കഫം ചെസ്റ്റിൽ ഡ്രൈ ആയി പോകും, അത് പോകില്ല. എത്ര ആന്റിബയോട്ടിക് കഴിച്ചാലും ഇഞ്ചക്ഷൻ അടിച്ചാലും പോകത്തില്ല, അവിടെ കിടക്കും. അത് മരുന്ന് കഴിക്കുക എന്നല്ലാതെ മാറത്തില്ല. ഡോക്ടർമാർ ജോലി റിസൈൻ ചെയ്യാൻ പറഞ്ഞു, ജോലിക്ക് പോകണ്ടെന്ന് പറഞ്ഞു, അത് മാറാൻ വേണ്ടി. അല്ലാതെ ഒരു രക്ഷയില്ലാന്ന് ഡോക്ടർ പറഞ്ഞതാണ്. പക്ഷെ ഇന്ന് 4.5 വർഷമായിട്ട് ഞാനൊരു ആന്റിബയോട്ടിക് കപ്സർ ഒരു ഇഞ്ചക്ഷൻ പോലും അടിക്കേണ്ടി വന്നിട്ടില്ല ഈ ഒരു കമ്പനിയിൽ വന്ന ശേഷം. അതിന് റെസ്പോക്കെയർ ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിച്ചപ്പോൾ കിട്ടിയ റിസൾട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പിന്നീട് ക്ലാസ്സുകൾ മനസ്സിലാവും. എല്ലാ മാസം 10-ാം തീയതി ക്യാഷ് ബാക്ക് കിട്ടും. 4 മാസം തുടർച്ചയായി നിങ്ങൾ ഈ കമ്പനിയിൽ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ 5-ാമത്തെ മാസം പൈസ കൊടുക്കണ്ട. എല്ലാ പ്രാവശ്യം സാധനം വാങ്ങിക്കുമ്പോൾ 10% ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കും, ഇതൊന്നും നമുക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. വേറൊരു പ്രത്യേകത എന്താ അറിയോ? ധൈര്യമായിട്ട് സാധനം വാങ്ങിക്കാം. കമ്പനി ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് തിരിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് വെറുതെ വാങ്ങിച്ച് ആരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് ആരും വാങ്ങിക്കുന്നതിന് തിരിച്ചു കൊടുക്കാനല്ല കേട്ടോ. നിങ്ങൾ എന്തിനാണോ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാനായിരിക്കണം. അത് ഉപയോഗിച്ച് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെറുതെ പറയുന്നതല്ല. കമ്പനി ഇത്രയും ഗ്യാരണ്ടി പറയാൻ കാരണം അത്രയും ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ്. ധൈര്യമായിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും ക്വാളിറ്റി ആ സാധനത്തിനുണ്ട്. 21 വർഷമായിട്ട് ആ ഗ്യാരണ്ടി അവർ പറയുന്നുണ്ട്. ഒരാൾ പോലും തിരിച്ചു കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയും ക്വാളിറ്റി ആ സാധനം. ഒരാൾ പോലും രണ്ടാമത് വേണ്ട, അല്ല പ്രൊഡക്റ്റ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്. 50% നിങ്ങൾ ചിലവാക്കിയ പൈസ തിരിച്ചു പിടിക്കാൻ സാധിക്കും ഈ ഒരു ഓഫറുകൾ അനുസരിച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ. ഈ ഓഫറുകൾ മനസ്സിലാക്കി സാധനം വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്ന പൈസ എത്രയാണോ 4 മാസം 5-ാമത്തെ മാസം മൊത്തത്തിൽ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടുന്ന പൈസ പകുതിയോളം നമുക്ക് ക്യാഷ് ആയിട്ടും പ്രൊഡക്റ്റ് ആയിട്ടും തിരിച്ചു വന്നിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ബെനിഫിറ്റ് ആണെന്ന് ആലോചിക്കുക. ഇതിനെ ബിസിനസ് ആക്കി കൊണ്ടുപോയി നമ്മൾ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. 9 തരം വരുമാനം ഇതിനകത്ത് കിട്ടും. ഞാൻ ചെയ്തത് രജിസ്ട്രേഷൻ ചെയ്തു. എന്നെ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി പറഞ്ഞപ്പോൾ രജിസ്ട്രേഷൻ ചെയ്തു, ഐ ഡി എടുത്തു, ആവശ്യമുള്ള സാധനം ദുബായിൽ നമ്മൾ ഓഫീസിൽ പോയി വാങ്ങിച്ചു ഉപയോഗിച്ചു. അതിനുശേഷം അതിൽ കിട്ടിയ ആ സന്തോഷമാണ് ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുന്നത്. യൂസ് ദ പ്രോഡക്റ്റ് ആൻഡ് ഷെയർ ദ എക്സ്പീരിയൻസ്. നിങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ചെയ്ത കാര്യമില്ലേ, അതിവിടെ ചെയ്താൽ മതി. ഈ കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ പല ആൾക്കാരും ചെയ്ത കാര്യം എന്താണ്? മമ്മൂട്ടിൻ്റെയും വിനായകൻ്റെയും ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടാലും കണ്ടിട്ടില്ലെങ്കിൽ സിനിമ കൊള്ളാൻ നമ്മൾ പരസ്പരം ഷെയർ ചെയ്യും. അടിപൊളി പടം, ട്രെയിലറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന പടം 100 കോടി ക്ലബിലെത്തി.
നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ അതിലൂടെ? ഞാൻ തന്നെ കുറേ ആൾക്കാർ പറഞ്ഞു വിനായകന്റെ മമ്മൂട്ടിന്റെ പടം സൂപ്പറാന്ന് തോന്നുന്നു, അടിപൊളി പടം, അത് വന്ന ശേഷം കാണാൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാരോട്. നിങ്ങളും അതുപോലെ പറയുന്നുണ്ടാവില്ലേ, ആ സിനിമ ഒന്ന് കാണണം, കണങ് കാവൽ എന്ന് പറഞ്ഞ സിനിമ, അല്ലെങ്കിൽ പ്രേമല് 100 കോടി ക്ലബ്ബിൽ പോയിട്ട് മോഹൻലാലിന്റെ പുതിയ പടം 100 കോടി ക്ലബ്ബിൽ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളിലൂടെ പരസ്യം പറഞ്ഞതാണ്. നമ്മളാണ് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത്, മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴി. ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ മൊബൈലിനെ കുറിച്ച് അഭിപ്രായം പറയും, അല്ലെ? ഒരു ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ ലാപ്ടോപ്പിനെ കുറിച്ച് അഭിപ്രായം വരും, നല്ലൊരു ഭക്ഷണം ഒരു ഹോട്ടലിൽ പോയി കഴിച്ചാൽ അതിനെക്കുറിച്ച് അഭിപ്രായം വരും, നല്ല ഡ്രസ്സ് വാങ്ങിച്ചാൽ പറയും. നമ്മൾ ആണല്ലേ ഈ എക്സൈറ്റ്മെന്റ് ഷെയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞപ്പോഴല്ലേ നമ്മുടെ ചങ്ങായിമാർക്ക് ആ പ്രൊഡക്റ്റിനോടും ആ കമ്പനിയോട് ഇഷ്ടം തോന്നുന്നത്. അവർ അതുകൊണ്ടല്ലേ അത് വാങ്ങിച്ചുപയോഗിക്കുന്നത്. ഇവിടെ ആർക്കാ പൈസ കിട്ടുന്നത്? നിങ്ങളുടെ കൂട്ടുകാരൻ ചിലപ്പോൾ നിങ്ങൾ വാങ്ങിച്ച അതേ മൊബൈൽ വാങ്ങിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങൾ വാങ്ങിച്ച അതേ ബൈക്ക് വാങ്ങിക്കുന്നുണ്ടാവും, നിങ്ങളുടെ കൂട്ടുകാരൻ അതേപോലെ തന്നെ ചിലപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുന്നുണ്ടാവും, അതേ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, അതേ സിനിമ പോയി കാണുന്നുണ്ടാവും, അവർ വഴി വേറെ ആൾക്കാർ പോയി കാണുന്നുണ്ടാവും. ആരാണ് ഇത് പബ്ലിസിറ്റി ആക്കുന്നത്? നമ്മുടെ കസ്റ്റമർ അല്ലേ? ഇതാണ് ഞാൻ ഈ പറഞ്ഞ ബിസിനസിന്റെ പ്രത്യേകത. നമ്മളിലൂടെയാണ് ഈ കമ്പനിയെ കുറിച്ച് മറ്റുള്ളവർ അറിയുന്നത്. നിങ്ങൾ അച്ഛനമ്മമാർ ഉപയോഗിക്കുന്ന കോൾഗേറ്റും ക്ലോസപ്പ് ആയിരിക്കും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ശരിയല്ലേ? ആരാ പബ്ലിസിറ്റി ചെയ്ത്? നിങ്ങൾ അച്ഛനമ്മമാരാണ്. നിങ്ങൾ അച്ഛനമ്മമാരാണ് ആ കച്ചവടക്കാരനെ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടാവുക. ആരാ പബ്ലിസിറ്റി? നമ്മൾ തന്നെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് മാത്രം ഒരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ, നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്ത് പോവാം, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഒരു പേസ്റ്റോ ഒരു സോപ്പോ വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കി, വേണമെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ നോ പ്രോബ്ലം. ക്ലിയർ ആവുന്നുണ്ടോ സുഹൃത്തുക്കളെ? ലക്ഷങ്ങൾ മാസം വരുമുള്ള ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ അച്ഛനമ്മമാർ ചെറുപ്പത്തിലേ സാധനം വാങ്ങിക്കുന്ന, വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന ആൾക്കാരാണ്. എത്രയോ വർഷങ്ങളായി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4.5 വർഷമായിട്ട് ഞാൻ ചെയ്ത കാര്യം എന്താണ്? എൻ്റെ വീട്ടിലേക്ക് 4.5 വർഷമായിട്ട് ഈ കമ്പനി സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഓരോ സാധനം വാങ്ങിക്കുമ്പോൾ അതിന് പോയിന്റ് ലഭിക്കുന്നുണ്ട്. ഈ പോയിന്റുകൾ ക്യുമുലേറ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. പോയിന്റുകൾ കൂടുന്നതനുസരിച്ച് എൻ്റെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ അവരും വാങ്ങിക്കുന്ന സമയത്ത് ആ പോയിന്റ് അവർക്കും എനിക്കും ലഭിക്കുന്നുണ്ട്. അവർക്കും അതിനകത്ത് പ്രോഫിറ്റ്, എനിക്ക് 60% നമുക്കുള്ളതാ. ഇന്ന് ഞാൻ റിട്ടയർമെന്റ് ലൈഫിലാണ്. 3 വർഷമായി ഒരു ജോലിക്കും പോകാതെ ദുബായ് പോലത്തെ ഒരു എക്സ്പെൻസീവ് നഗരത്തിൽ ഇരുന്നുകൊണ്ട് ഫാമിലിയോടൊപ്പം മക്കളെ ദുബായിൽ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഒരു ജോലിക്കും പോകാതെ ദുബായിൽ പട്ടിണി അടക്കാൻ പോലും പറ്റത്തില്ല. വെറുതെ ഇരിക്കാൻ വാടക കൊടുക്കുന്ന സ്ഥലമാണ് ദുബായ്. നമ്മുടെ നാട്ടിലല്ല. നാട്ടിൽ എവിടെ കടയിൽ മൂല പോയി ഇരിക്കാൻ നമുക്ക് സാധിക്കും, വായനശാല പോയി ഇരിക്കാൻ പറ്റും, ബസ് സ്റ്റോപ്പ് പോയി കിടക്കാൻ പറ്റും. ഇവിടെ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈ ഒരു എക്സ്പെൻസീവ് നഗരത്തിൽ ഞങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടാണ്. അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി മാസം നാട്ടിലേക്ക് സെറ്റിൽ ആകുമ്പോൾ ഗൾഫ് മതിയാക്കിയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മാസമുള്ള വരുമാനം ഉണ്ടാക്കിയെടുക്കാനും, നിങ്ങളുടെ 3 ജനറേഷനിലേക്ക് ആ വരുമാനം പാസ് ചെയ്ത് കൊടുക്കാനും ജീവിതകാലം മുഴുവൻ ആ പാസീവ് ഇൻകത്തിൽ പോകാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു ആരോഗ്യം ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ 9 തരം വരുമാനം ഇതാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവുന്നതാണ്. ഇതിലേക്ക് വരുമ്പോൾ എല്ലാം ക്ലിയർ ആവും. ഇതിങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമില്ല. ഇതിന് പെർസെൻറ്റേജ് ഒക്കെ കാൽക്കുലേഷൻ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. അത് നിങ്ങളുടെ ഓരോ ദിവസത്തെ കമ്മ്യൂണിക്കേഷൻ അത് മനസ്സിലാവുന്നതാണ്. ഇതിൽ 8 തരം വരുമാനം വാങ്ങിക്കുന്ന ആളാണ് ഞാൻ. 9ാമത്തെ വരുമാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ കൂട്ടുകാരൊക്കെ സാധനം വാങ്ങിക്കുന്ന സമയത്ത് ഇതിന് പോയിന്റുകൾ ഇങ്ങനെ കയറി വരും. ഞാൻ വാങ്ങിക്കുന്ന പോയിന്റും അവർ വാങ്ങിക്കുന്ന പോയിന്റും അവർക്കും കിട്ടും, എനിക്കും കിട്ടും. ഈ പോയിന്റുകൾ കയറി വരുന്ന സമയത്ത് ഡയറക്ടറായി മാറാനും അപ്പോൾ വരുമാനം കൂടാനും 2ാമത്തെ മാസം 13,500 വരുമാനം വാങ്ങിച്ച് എൻ്റെ വരുമാനം കണ്ടപ്പോൾ കൂടെ വന്ന വ്യക്തികളും ഹാപ്പിയായി. അവരും ഇതിലൊരു ബിസിനസ് സീരിയസ് ആയി മാറി. അതിൽ ഒരാൾ കുറച്ച് സ്പീഡായി ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു വരുമാനം വാങ്ങിച്ചെടുത്തപ്പോൾ എനിക്ക് പ്രൊമോഷനാണ്. കൂടെ നിൽക്കുന്ന വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്ത കമ്പനി വരുമാനം കൂട്ടിത്തരും. നമ്മളെ വിശ്വസിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തിക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രൊമോഷനാണ്, സിൽവർ ഡയറക്ടറായി മാറാൻ സാധിക്കുന്നത്. അപ്പോൾ ട്രാവൽ ഫണ്ട് സ്റ്റാർട്ട് ആവുന്നു. 2ാമത് വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചെടുക്കുമ്പോൾ ഗോൾഡ് ഡയറക്ടറും, 3ാമത് വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചപ്പോൾ കാറിന്റെ EMI സ്റ്റാർ ഡയറക്ടറായി മാറും. ജീവിതകാലം മുഴുവൻ കാറ് വാങ്ങിക്കാൻ അവസരം, ലൈഫ് ലോങ് EMI ലഭിക്കും. നമ്മുടെ കാലശേഷം കാറിന്റെ EMI കിട്ടും. നമുക്ക് 2ാമത്തെ കാർ 3ാമത്തെ കാർ നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. 4ാമത് വ്യക്തിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്താൽ ഡയമണ്ട് ഡയറക്ടറും, അന്നേരം യൂറോപ്യൻ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ ഡയമണ്ട് ആവണം. 6ാമത് ഫാമിലിക്ക് വരുമാനം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ക്രൗൺ ഡയറക്ടർ. ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന പൊസിഷൻ ഇതാണ്. വീടിൻ്റെ EMI ലഭിക്കാൻ ക്രൗൺ ഡയറക്ടറായി മതി. അത് ലൈഫ് ലോങ് ആട്ടോ, നിലക്കാത്ത വരുമാനമാണ്. ഇതുപോലത്തെ ഒരു വീടൊക്കെ വെക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ എല്ലാ മാസവും വീടിൻ്റെ EMI വരും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എല്ലാ മാസവും ഒരു 10,000, 15,000, 20,000 EMI കമ്പനി നമുക്ക് തരുവാണെങ്കിൽ ഒരു വീട് വെച്ചാൽ അതിന് EMI അത് കമ്പനി അടച്ചോളൂ. അത് കഴിഞ്ഞ് അടുത്ത വീട് വെക്കാം. ഇന്ന് മലപ്പുറത്ത് മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ആയിഷ മേഡം ഈ ബിസിനസ്സിലൂടെ 1 കോടിയുടെ 2 വീട് വെച്ചു. ഈ കഴിഞ്ഞ ആഴ്ച ഡിസംബർ 1-ാം തീയതിയാണ് അവരുടെ 2ാമത്തെ വീടിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞത്. 1 കോടി രൂപയുടെ 25 ലക്ഷത്തിന് 3 കാർ അവർക്ക് മക്കൾക്ക് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തിരിക്കാം. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ളൂ. അവർ വെസ്റ്റ് ഈസ്റ്റ് ജോയിൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ എവിടെയും ഷോപ്പില്ല. മംഗലാപുരം പോയിട്ട് അവർ സോപ്പും വേസ്റ്റും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരു സാധാരണ വീട്ടമ്മ ഇതിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ
ഇന്ന് സിംഗപ്പൂരും മലേഷ്യ പോലും രാജ്യത്ത് അവിടുത്തെ ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുക ബിസിനസ് ഓൺട്രപ്രണർ ആയിട്ട് വുമൺ എംപവർമെന്റ് പ്രോഗ്രാമിന്. 6ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു വീട്ടമ്മയാണ് അവർ. ഇവിടെ എത്ര ആൾക്കാർ, കഴിവുള്ള ആൾക്കാരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആൾക്കാരുണ്ട്. ഇവിടെ വിദ്യാഭ്യാസം വേണ്ട, സൗന്ദര്യം വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഡ്രീം ഉണ്ടോ? എവിടെയെങ്കിലും സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെ ഞങ്ങൾ ദൈവമായിട്ടാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് എത്തിച്ചെന്നിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്വപ്നങ്ങളും നേടാൻ, അതിലുപരി നമ്മളെ മക്കളെ പഠിപ്പിച്ചിട്ട് വിദേശത്ത് അയക്കാതെ ഒറ്റയ്ക്ക് താമസിക്കാതെ അച്ഛനമ്മമാർ നിങ്ങളെ മക്കളെ നിങ്ങളെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹമുണ്ടോ? 18 വയസ്സ് കഴിഞ്ഞ മക്കൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഐഡിയ എടുക്കുക, അവരെ പഠിക്കാൻ വിട്ടോളൂ. പഠനം കഴിഞ്ഞ് തിരിച്ചു കഴിഞ്ഞ് 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞപ്പം അവരെ കൂടെ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരുമാനം മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ബിസിനസ്സിലൂടെ നിങ്ങളുടെ വരുമാനം അതിനേക്കാളും കൂടുതലായിട്ടുണ്ടാവും. അങ്ങനെ പോസിബിലിറ്റി ബിസിനസ് ആയത്. റിട്ടയർമെന്റ് ലൈഫിനെ ലക്ഷങ്ങൾ വരുമാനമുള്ള റിട്ടയർമെന്റ് ലൈഫാക്കി മാറ്റാനും അസുഖമില്ലാതെ ഹോസ്പിറ്റലിൽ പോകാതെ ആരോഗ്യത്തിൽ ജീവിക്കാനും ഈ ബിസിനസ് നിങ്ങൾക്ക് സഹായകമാവുന്നുണ്ടാവും. ജസ്റ്റ് ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഞാൻ ചെയ്ത കാര്യം എന്താണ്? എൻ്റെ കൂട്ടുകാരോട് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് പറഞ്ഞത്. സത്യസന്ധമായ റിസൾട്ടാണ് ഷെയർ ചെയ്തത്. വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല, ആരെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ചിട്ടില്ല. എനിക്ക് കിട്ടിയ സന്തോഷം ഷെയർ ചെയ്തു. അവർ അത് ഉപയോഗിക്കണം എന്ന് ആഗ്രഹിച്ചു. അവർക്ക് വാങ്ങിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുത്തു, എങ്ങനെയാണ് സാധനം വാങ്ങിക്കുന്നത് പറഞ്ഞു കൊടുത്തു. അവരുടെ നാട്ടിൽ അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ അവർ അച്ഛനമ്മമാരോട് ഇത് വാങ്ങിക്കാൻ പറഞ്ഞു. അവരുടെ ആരോഗ്യത്തിനുള്ള അവർ വാങ്ങിച്ചു കൊടുത്തു. അവരിലൂടെ കുറച്ച് ഫാമിലി ഈ കമ്പനിയെ കുറിച്ച് അറിഞ്ഞു. ഇന്ന് 6800 പേരുണ്ട് സുഹൃത്തെ. വെറും 6 പേരിലൂടെ, 6 വ്യക്തികളിലേക്ക് ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി പറഞ്ഞപ്പോൾ ഇന്ന് 6800-ലധികം ആൾക്കാർ ഈ കമ്പനിയിൽ നിന്ന് 13 രാജ്യത്ത് നിന്നുള്ള സാധനം വാങ്ങിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ സിനിമ, അല്ല നിങ്ങൾ പറഞ്ഞ മൊബൈല്, ആ മൊബൈലിന്റെ അഭിപ്രായം കണ്ട് വാങ്ങിച്ച എത്ര ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും അറിയോ? നിങ്ങൾക്ക് അറിയ പോലും ഉണ്ടാവില്ല. ഇവിടെ റെഫറൽ ബോണസ് വന്നുകൊണ്ടിരിക്കുക. ആൾക്കാരെ ചേർത്താൽ പൈസ കിട്ടുന്ന ആ മണി ചെയിൻ ബിസിനസ് അല്ല. നിങ്ങൾ അറ്റൻഡ് ചെയ്ത പല സൂം മീറ്റിംഗുകൾ കണ്ടിട്ടുണ്ടാവും. 5-6 മീറ്റിംഗ് കഴിഞ്ഞ് 30,000 സാധനം വാങ്ങിക്കുന്ന, 500 രൂപ പേസ്റ്റ് വാങ്ങിച്ച് കട്ടിൻ്റെ അടിയിൽ സൂക്ഷിക്കുന്ന ആ ബിസിനസ് അല്ല. 25,000 ടീഷർട്ടും ജ്യൂസും കൊടുക്കുന്ന കമ്പനിയാണ് നമ്മുടെ നാട്ടിൽ വലിയ വലിയ മഹാന്മാർ ചെയ്യുന്നത്. നിങ്ങൾ അറിയപ്പെടുന്ന കേരളത്തിലെ ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി ഉണ്ട്. അതല്ല കേട്ടോ. ഒരു പൈസയും കളയാതെ ഒരാളുടെ വേർപ്പിന്റെ പൈസ അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രം നമ്മളോടൊപ്പം നിൽക്കുക. ആരെ കൊണ്ടെങ്കിലും സാധനം വാങ്ങിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മളോടൊപ്പം വരരുത്. നിങ്ങളെ വീട്ടിലേക്ക് ഉപയോഗിക്കുക, ആ സന്തോഷത്തെ മാത്രം ഷെയർ ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കാതെ നിങ്ങളുടെ ബന്ധക്കാരുണ്ടെങ്കിൽ, കൂട്ടുകാരുണ്ടെങ്കിൽ, ബിസിനസ് താല്പര്യമില്ല, നിന്റെ പ്രൊഡക്റ്റ് എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് എല്ലാ മാസം വേണമെന്ന് പറഞ്ഞാൽ അവർ കസ്റ്റമറായിട്ട് കൂടെ നിർത്തുക. അല്ലാതെ പ്രൊഡക്റ്റ് വിൽപ്പനയല്ല, ലോയൽ കസ്റ്റമറായിട്ട് 5-6 പേരെ കൂടെ നിർത്തി കഴിഞ്ഞാലും നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ആയിട്ട് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കാൻ സാധിക്കും. ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി ക്ലിയർ അല്ല എങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാൻ പറ്റും. ക്ലിയർ ആയ ആൾക്കാർക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഞാൻ 1 മിനിറ്റ് ഓപ്പൺ ആക്കി മെസ്സേജ് എല്ലാവർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അവർ അൺമ്യൂട്ട് ആക്കി തരാം. 1 മിനിറ്റ്. എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.